Out in the dark, lights on the water, a moon and her daughter dancing around. നമസ്കാരം, സുരേഷ് ക്ഷേത്രമാണേ. അപ്പോൾ ഗ്രീൻ ഡിവിഷൻ ചാനലിന്റെ ഒരു കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കൊല്ലം ജില്ലയിലെ ഇളമാട് പഞ്ചായത്തിലാണ്, അർക്കന്നൂർ 10ാം വാർഡിലാണ്. ഇവിടെ മനോഹരമായ ഒരു സ്ഥലമുണ്ട് കേട്ടോ. നമ്മൾ ഒരുപാട് കാഴ്ചകൾ തന്ന സ്ഥലമാണ് അർക്കന്നൂർ. താമരശ്ശേരി പത്തായപ്പാറ എന്ന് പറയുന്ന പാറയുടെ കാഴ്ചകളാണ്. അർക്കന്നൂരിലെ 10ാം വാർഡിലെ പത്തായപ്പാറയുടെ കാഴ്ചകളാണ്. ഈ കാണുന്നതാണ് പത്തായപ്പാറ. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകളൊക്കെ പറയാൻ ആൾക്കാരുണ്ട്. ഇവിടെ നമ്മൾ വീണ് കഴിഞ്ഞാൽ ഇതിന്റെ അടിക്ക് ഭയങ്കര അള്ളയാണ്, ആരെയും കിട്ടില്ല. കാരണം ഒരുപാട് മൃഗങ്ങളൊക്കെ വീണിട്ടുണ്ട്, അല്ലെങ്കിൽ പോത്തൊക്കെ പോന്ന് വീണിട്ടുണ്ട്, ഒന്നിനെ കിട്ടിയിട്ടില്ല എന്ന് പറയുന്നത്. ഒരുപാട് അപകടങ്ങൾ നടന്ന സ്ഥലമാണ്. പക്ഷേ നല്ല ടൂറിസ്റ്റ് പ്ലേസ് ആണ്. മഴക്കാലത്ത് മനോഹരമാണ്. ടൂറിസത്തിന് അനന്ത സാധ്യതകളുള്ള സ്ഥലമാണ് പത്തായപ്പാറ. ഇളമാടും ചടയമംഗലവും വരുന്ന ഭാഗമാണ്. രണ്ട് സ്ഥലവും കൂടി മിക്സ് ചെയ്ത് വരുന്ന സ്ഥലമാണ് പത്തായപ്പാറ. അപ്പോൾ നമുക്ക് എൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. ശരിക്കും പറഞ്ഞാൽ നമ്മളാരും കാണാത്ത എത്ര കാഴ്ചകളാണ് നമ്മുടെ കൊല്ലം ജില്ലയിലുള്ളത്. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ആരും കാണാതെ, പുറം ലോകം അറിയാതെ, ഒരു ഗ്രാമവാസികൾ മാത്രം അറിയുന്ന ഈ പത്തായപ്പാറ. ഏതായാലും സൂപ്പർ കാഴ്ചയാണ് കേട്ടോ. ഇത്തിക്കരിയാറ് ഒഴുകി വരുന്ന സ്ഥലമാണ്. ഇപ്പോൾ കണ്ടാൽ നമുക്ക് ആറൊഴുകുന്ന സ്ഥലമാണെന്നും തോന്നിയില്ല. കൂറ്റൻ പാറകൾ ഇങ്ങനെ നിൽക്കുകയാണ്. ഈ കാണുന്നതാണ് പത്തായപ്പാറ. ഈ പത്തായപ്പാറയ്ക്ക് ഒരുപാട് പഴമക്കാർ പറയുന്ന കുറെ കഥകളൊക്കെ ഉണ്ട്. നമ്മൾ ഈ വായ്മൊഴിയായും വരമൊഴിയുമായും എന്നൊക്കെ പറയുന്ന പോലെയാണല്ലോ കഥകൾ. ചുറ്റിനും മരങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലമാണ്. നല്ല കൊടിയൽ വേനൽക്കാലത്തും എല്ലാം വരണ്ടുണങ്ങി കുടിവെള്ളത്തിനായി ആളുകൾ ഇങ്ങനെ ഓടി നടക്കുന്ന സമയത്താണ് നമുക്ക് ഈ മനോഹരമായ കാഴ്ച. ആറ്റുവഞ്ചികൾ പൂത്തിട്ട് അതിന്റെ കായാണ് നിൽക്കുന്നത്. ഏതായാലും ഈ നാട്ടുകാർക്ക് രാവിലെയും വൈകിട്ടും ഇരിക്കാൻ പറ്റിയ ഒരു നല്ല സ്ഥലമാണ്. ഉച്ച സമയത്തൊന്നും നമുക്ക് ഇവിടെ കയറാൻ പറ്റില്ല, പാറ ചൂടായി കിടക്കുന്ന സമയമാണ്. പക്ഷെ ഈ കാണുന്ന പാറകളെല്ലാം നല്ല മഴക്കാലമാകുമ്പോൾ നികന്ന് ആറ് മാത്രമാകും. അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് പോകുന്നത് അപകടമാണ്. വലിയ അള്ളകളുള്ള പാറക്കെട്ടുകളാണ്. പിന്നെ ഇവിടെ കുഴപ്പമില്ല, അവിടെ അകത്തോട്ട് അള്ളയുണ്ട്. ചേട്ടാ ശ്രദ്ധിക്കണേ, ബാവണ്ണം വീണ കയറി വരും. വീണ് കഴിഞ്ഞാൽ പിന്നെ എടുക്കാൻ പാടാ. ഈ വെള്ളമൊക്കെ ഉള്ള സമയങ്ങളിൽ ഇതിനിടയ്ക്കൊക്കെ വീണാനുള്ള അവസ്ഥ എന്നാലോചിക്കുക. എത്ര വലിയ നീന്തലുകാരൻ എന്ന് പറഞ്ഞാലും ഞാൻ ബാബുരാജൻ. ഇതിനപ്പുറത്താണ് നമ്മുടെ താമസം. ഈ പത്തായപ്പാറ കടവ് എന്ന് പറയും. ഇതാണ് പത്തായപ്പാറ. ചടയമംഗലം പഞ്ചായത്ത്, ഇളമാട് പഞ്ചായത്ത്, ഇത് രണ്ടും കൂടെ കൂടുന്ന സ്ഥലമാണ്. മനോഹരമാക്കിയാൽ നല്ല രീതിയിൽ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കാൻ പറ്റും. കുറച്ച് പേരൊക്കെ ഇങ്ങനെ വന്നു. ഒരുപാട് കാഴ്ചകളുടെ കൂടുതലേ ഈ പത്തായപ്പാറ എന്ന് പറഞ്ഞപ്പോൾ ഞാനും അധികം വിശ്വസിച്ചില്ല കേട്ടോ. നമ്മുടെ കൊല്ലം ജില്ലയിലെ ഇളമാട് പഞ്ചായത്തിന്റെയും ചടയമംഗലത്തിന്റെയൊക്കെ രണ്ട് അതിർത്തികൾ പങ്കിടുന്ന ഒരു സ്ഥലമാണ് അർക്കന്നൂരിലെ താമരശ്ശേരിയിലെ 10ാം വാർഡിലെ പത്തായപ്പാറ. മനോഹരമായ സ്ഥലം, ഒന്നും പറയാനില്ല. പക്ഷേ ഇവിടെ വന്നാൽ കുറെ പാറകൾ ഇങ്ങനെ എടുത്തു വെച്ചിരിക്കുന്ന ഒരു കാഴ്ച. പണ്ട് കാലത്ത് ഒരുപാട് മൃഗങ്ങളും ഒക്കെ വീണ് അതിൻ്റെ ഇടയ്ക്ക് ഭയങ്കര അള്ളയാണ്. അതിന്റെ അടിക്കൂടെ പോയി തിരിച്ചു കിട്ടിയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ കാഴ്ച കാണുമ്പോൾ നിങ്ങൾക്കറിയാം എന്ത് രസമുള്ള കാഴ്ചയാണല്ലേ. നമ്മുടെ കൊല്ലം ജില്ലയിൽ നമ്മുടെ തൊട്ടടുത്ത പ്രദേശമായ ടൂറിസത്തിന് അനന്ത സാധ്യതകളുള്ള ഒരു സ്ഥലമാണ് ഈ അർക്കന്നൂരിലെ പത്തായപ്പാറ. നിങ്ങളൊക്കെ വന്ന് കാണണം. ഇത്തിക്കര ആയൂർ റോഡിൽ മണിയംമുക്കിൽ നിന്നും 1 കിലോമീറ്റർ യാത്ര ചെയ്താൽ നിങ്ങൾക്ക് പത്തായപ്പാറയിലെത്താം. വളരെ വൈബായിട്ടുള്ള സ്ഥലമാണ്, ആൾക്കാർ പറയുന്ന പോലെ. ഏതായാലും കാഴ്ചകളൊന്നും അവസാനിക്കുന്നില്ല. ഗ്രീൻ ഡിവിഷൻ കാഴ്ചകൾ ഇങ്ങനെയാണ്. നിങ്ങൾ ഇതുവരെയും കാണാത്ത കാഴ്ചകൾ, അല്ലെങ്കിൽ ആരും എത്തിപ്പെടാത്ത സ്ഥലങ്ങളൊക്കെയാണ് നമ്മൾ ഇതുവഴി തരുന്നത്. ഏതായാലും പത്തായപ്പാറയുടെ കുറെ ഭാഗങ്ങളൊക്കെ ഇനി കാണാനുണ്ട്. നമ്മൾ ഇച്ചിരി റിസ്ക് എടുത്താണ് യാത്രയൊക്കെ ചെയ്ത് വരുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് കാഴ്ചകൾ കാണാനുണ്ട്. അങ്ങോട്ട് പോകാം. ഇവിടെ അർക്കന്നൂരില് ഒരു ഗായകൻ കൂടി ഉണ്ട് കേട്ടോ, അഭിലാഷ് അർക്കന്നൂര്. നല്ലൊരു പാട്ടുകാരനാണ്. എന്തായാലും അഭിലാഷിന്റെ സ്ഥലം കൂടിയാണ്. അങ്ങനെയാണ് ഇവിടെ എത്തുന്നത്. ഏതായാലും നമ്മൾ
അഭിലാഷിന്റെ ഒരു പാട്ട് കൂടി ഒന്ന് കേട്ടാലോ? സൂപ്പർ ആയിരിക്കും അല്ലേ അഭിലാഷേ? ആ ചേട്ടാ, ഒരു പാട്ട് പാടിക്കൂടെ? നമസ്കാരം. എന്നാലും പാട്ട് പാടിക്കും. പാട്ട് പാടാൻ തൊണ്ട വയ്യെങ്കിലും നമ്മുടെ നാട്ടിൽ സുന്ദരമായ തന്നെ സ്ഥലമല്ലേ, വേഴാമ്പലൊക്കെ പറക്കുന്നു, വയലാറ് പറയുന്ന കണക്ക് ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി, അതായാലും മതി. മനോഹരമായ സ്ഥലമാണ് ഞങ്ങളുടെ പത്തായപ്പാറ. ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം, ഇന്ദ്രധനുസിൻ തൂവൽ പൊഴിയും തീരം, ഈ മനോഹര തീരത്തു തരുമോ ഇനിയൊരു ജന്മം കൂടി, എനിക്കിനിയൊരു ജന്മം കൂടി. ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും ഇന്ദ്രധനുസിൻ തൂവൽ പൊഴിയും തീരം, ഈ മനോഹര തീരത്തു തരുമോ ഇനിയൊരു ജന്മം കൂടി, എനിക്കിനിയൊരു ജന്മം കൂടി. ഇതുപോലെ കാണാ കാഴ്ചകൾ ഒരുക്കുന്ന ഒരുപാട് സ്ഥലങ്ങൾ കൊല്ലം ജില്ലയിലുണ്ട്. കൊല്ലം ജില്ലയുടെ മാത്രം ഒരു ട്രാവൽ അല്ല നമ്മൾ, എങ്കിൽ തന്നെയും കൊല്ലം ജില്ലയുടെ മനോഹരമായ കാഴ്ചകളാണ് നമ്മൾ ഒപ്പിയെടുത്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു ആറ്റുവഞ്ചിയുടെ ശിഖരത്തിലാണ് ഇരിക്കുന്നത്. ഇവിടെ ഇരിക്കുമ്പോഴാണ് നമ്മൾ പഴയ വയലാറിന്റെയും പി ഭാസ്കരന്റെയും ഒക്കെ പാട്ടുകൾ ഓർമ്മ വരിക. കളിവെള്ളം കെട്ടിയിട്ട പുഴക്കടവിൽ മലരണി വാകച്ചൂട്ടിൽ ഞാൻ മയങ്ങുമ്പോൾ എന്ന പാട്ടുകളൊക്കെ, എനിക്ക് പാട്ട് പാടാൻ അറിയില്ല, പക്ഷേ ആ വരികളൊക്കെ നമുക്ക് ഓർമ്മ വരും. കാരണം ഇതിന്റെ പിന്നാലെ നമ്മുടെ ഗായകനെ കൊണ്ട് നമ്മൾ ആ പാട്ട് നിങ്ങൾക്ക് പാടിച്ച് കേൾപ്പിക്കും. ഏതായാലും ഈ ഒരു കാഴ്ച നല്ല മഴക്കാലമാകുമ്പോൾ നല്ല കാഴ്ചയായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും വന്ന് കാണാൻ പറ്റിയ ഒരു സ്ഥലമാണ് പത്തായപ്പാറ. പത്തായപ്പാറ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന്റെ ഒരു കാഴ്ചയുടെ സൗന്ദര്യം. ഇങ്ങനെ ഒരുപാട് പാറക്കെട്ടുകൾ നിറഞ്ഞൊരു സ്ഥലമാണ്, പക്ഷേ പച്ചപ്പിന്റെ ഒരു കാഴ്ചയും മനോഹരമാണ്. ധാരാളം കാഴ്ചകൾ ഒരുക്കാൻ ഒരുപാട് സ്ഥലങ്ങൾ നമ്മുടെ കൊല്ലം ജില്ലയിലുണ്ട്. അടുത്ത കാഴ്ചകൾ വീണ്ടും വരും. നമുക്ക് കാഴ്ചകൾ ഇങ്ങനെ കണ്ടു പോകാം. കളിവള്ളം കെട്ടിയിട്ടു പുഴക്കടവിൽ ഞാൻ മലരണി വാകച്ചോട്ടിൽ മയങ്ങുമ്പോൾ, കനവിന്റെ കളിത്തേരിൽ വന്നില്ലേ സ്നേഹക്കളിവാക്കു പറഞ്ഞെന്നെ ക്ഷണിച്ചില്ലേ, ക്ഷണിച്ചില്ലേ. ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലെ മാറിൽ കളഭക്കൂട്ടണിഞ്ഞുകൊണ്ടുറക്കമായോ, വിരഹത്തിൻ ചൂടുണ്ടോ വിയർപ്പുണ്ടോ, നിന്നെ വീശുവാൻ മേടക്കാറ്റിൻ വിശറിയുണ്ടോ. ആറ്റുവഞ്ചി പൂക്കളും കാറ്റിലാടിയുലഞ്ഞു, ഈ നദീ തൻ പുളിനങ്ങൾ ചന്ദന കുളിരണിഞ്ഞു, പൂമ്പുടവ തുമ്പിലെ കസവെടുത്തു, പൂക്കൈത കന്യകമാർ മുടിയിൽ വച്ചു, നീരാടുവാൻ നിളയിൽ നീരാടു. ഈ ചൂട് സമയത്ത് പച്ച വിരിച്ച മരത്തിന്റെ തണലിലിരുന്ന് ഇങ്ങനെ ഒരു പാട്ട് കേൾക്കുക, ഒരു ഗൃഹാതുരത്വത്തിന്റെ ഓർമ്മകൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുക. തികച്ചും തനി ഗ്രാമമായ അർക്കന്നൂരിലെ ഈ ആറ്റുതീരത്തെ കാഴ്ചകൾ നിങ്ങളെ എന്തായാലും ഇങ്ങോട്ട് ആകർഷിക്കും. ഞാൻ അഭിലാഷ് അർക്കന്നൂരാണ്. ഇത് എൻ്റെ സ്വന്തം സ്ഥലമാണ്. എൻ്റെ ജീവന് തുല്യം സ്നേഹിക്കുന്ന നാടാണ്. ഇവിടെ ഞങ്ങൾ കുഞ്ഞുനാൾ മുതൽ എല്ലാ സുഹൃത്തുക്കളും ഇവിടെ തന്നെയുള്ള എല്ലാവരും കുളിക്കാനും അതുപോലെ തന്നെ കാറ്റ് കൊള്ളാനും ഒക്കെ വരുന്ന മനോഹരമായൊരു സ്ഥലമാണ്. ഇത്രയും മനോഹരമായൊരു സ്ഥലം ഇളമാട് പഞ്ചായത്തിൽ വേറെ ഉണ്ടോ എന്ന് തന്നെ അറിയത്തില്ല. കാര്യം അത്രയ്ക്ക് മനോഹരമായ സ്ഥലമാണ്. പക്ഷെ ഒരുപാട് വെളിയിലോട്ട് അറിയപ്പെട്ടിട്ടില്ല. അതാണ് ഇവിടെ ഉള്ളൊരു പ്രകൃതി സൗന്ദര്യവും വളരെ വ്യത്യസ്തമായ സ്ഥലമാണ്. ആർക്ക് വന്നു കഴിഞ്ഞാലും പെട്ടെന്ന് ഇഷ്ടപ്പെടുന്നൊരു സ്ഥലമാണ്. പിന്നെ അർക്കന്നൂർ നാടെന്ന് പറയുമ്പോൾ തന്നെ ചേട്ടനടുത്ത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അർക്കൻ്റെ നാടാണ്, സൂര്യൻ്റെ നാട്. ഇവിടെ ഒരുപാട് അർക്കന്നൂരിനെ എടുത്തു നോക്കി കഴിഞ്ഞാൽ ഒരുപാട് കലാകാരന്മാരും അതുപോലെ തന്നെ ഒരുപാട് നല്ല നല്ല സ്ഥലങ്ങളുമുണ്ട്. അപ്പം ഞങ്ങളോട് ഇവിടെ വന്ന് സഹായിച്ച ശ്രീ ചൈത്രം സുരേഷ് ചേട്ടൻ ഗ്രീൻ വിഷൻ മീഡിയയ്ക്ക് ഞങ്ങളുടെ ഹൃദയത്തിന്റെ നന്ദി അറിയിച്ചു. അപ്പോൾ ടൂറിസത്തിന് ഒരുപാട് അനന്ത സാധ്യതകൾ ഉള്ള മേഖലയാണ്. ഇളമാട് പഞ്ചായത്തും ചടയമംഗലം പഞ്ചായത്തും അതിർത്തി പങ്കിടുന്നു എന്നുകൂടാതെ തൊട്ടടുത്ത് വളരെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ആയിരവല്ലിപ്പാറ, ജടായുപ്പാറ,
അതുപോലെ കല്ലടത്തണ്ണി വെള്ളച്ചാട്ടം, നമുക്ക് ഒത്തിരി കാഴ്ചകൾ കാണാൻ ഒരു യാത്രയിൽ പറ്റും എന്നുള്ളതാണ്. അതുകൊണ്ട് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ശ്രദ്ധിച്ചാൽ കൊല്ലം ജില്ലയിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. DTPC-കാർക്ക് പോലും അറിയാത്ത നല്ല നല്ല സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ പാട്ടുകളൊക്കെ കേട്ടല്ലോ, നീരാടുവാൻ നിളയിൽ നീരാടുവാൻ. അപ്പോൾ ഇങ്ങനെയുള്ള നിളകളുള്ള സ്ഥലമാണ് നമ്മുടെ കൊല്ലം. അപ്പോൾ നിളാ നദി പോലെ തന്നെ നമ്മുടെ ഇത്തിക്കരയാറിന്റെ ഒരു ഭാഗമാണ് മനോഹരമായ അർക്കന്നൂർ ദേശം എന്ന് പറയും. അർക്കന്നൂർ ദേശം എന്നായിരുന്നു പണ്ട് പേര്. ഒരുപാട് കലാകാരന്മാരുടെ സ്ഥലം, അതുപോലെ ചരിത്രങ്ങൾ ഉറങ്ങുന്ന സ്ഥലം, മഠങ്ങളുള്ള സ്ഥലം. ഏതായാലും ഈ അർക്കന്നൂരിന്റെ മണ്ണിൽ നിന്നും മനോഹരമായ ഒരു കാഴ്ച കൊല്ലത്തെ ആൾക്കാർക്ക് ഗ്രീൻ മീഡിയ വിഷൻ ചാനൽ വഴി നൽകുകയാണ്. നമ്മളീ പറയുന്ന പോലെ നല്ലൊരു സൂപ്പർ സ്ഥലങ്ങൾ തേടിയുള്ള യാത്രയിൽ ഇങ്ങനെ അടുത്തുള്ള ഗ്രാമങ്ങളിൽ എത്തുമ്പോൾ നല്ല നല്ല കാഴ്ചകൾ കാണാൻ പറ്റും. ഏതായാലും നിങ്ങൾക്ക് ഗ്രീൻ മീഡിയ വിഷൻ ചാനൽ വഴി തരുന്ന എല്ലാ കാഴ്ചകളും നിങ്ങൾ വന്ന് കാണാൻ വേണ്ടി മാത്രമാണ് തരുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇവിടെ വരണം കേട്ടോ. മഴക്കാലം അല്ലെങ്കിൽ പോലും ഇത്രയും ഉണക്ക് സമയത്തും നല്ല രീതിയിലുള്ള വെള്ളവും കാഴ്ചകളും ഒക്കെയുണ്ട്. ഒരുപാട് പക്ഷികളും അതുപോലെ തന്നെ അപൂർവമായ പല സസ്യങ്ങളും ഒക്കെയുള്ള ഒരു സ്ഥലമാണിത്. അപ്പോൾ അർക്കന്നൂരിലെ പത്തായപ്പാറയിൽ നിന്നും ഇന്ന് നമ്മൾ വിടവാങ്ങിയാണ്. അപ്പോൾ അടുത്ത സൂപ്പർ ഡൂപ്പർ കാഴ്ചകളുമായി വീണ്ടും വരും. വീണ്ടും സന്ധിക്കും വരെ വണക്കം.